ചേട്ടാ, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു ഭർത്താവ്. ഈ ഒരു വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബ്ലാത്താങ്കരയിൽ നിന്നും പുറത്തു വരുന്നത്. ഈ ഒരു മൊഴി തന്നെയാണ് പ്രതി പോലീസിന് നൽകിയതെങ്കിലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതൊക്കെ ഇപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കൽ വ്ളാത്താങ്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദാരുണമായൊരു വാർത്ത നമ്മളൊക്കെ കേട്ടത്. അൽമ എന്ന് പറയുന്ന 33 വയസ്സുകാരി സ്വന്തം ഭർത്താവിനാൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വ്ളാത്താങ്കര എന്ന് പറയുന്ന ഗ്രാമം ഒരു കർഷക ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന 2 മാതൃകാ ദമ്പതികൾ. സാമൂഹിക മാധ്യമങ്ങളുടെ അകത്തും പുറത്തും ഒരേപോലെ ഇരുവരും തമ്മിൽ സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിച്ച് ഒരു പ്രശ്നവുമില്ലാതെ കഴിയുന്ന മാതൃകാ ദമ്പതികളാണ്. ഇവർക്കിടയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അതായത് ഭാര്യയെ കൊലപ്പെടുത്താനും മാത്രം വിഷ്ണുനാഥ് എന്ന 36 വയസ്സുകാരനിൽ ഉണ്ടായ പ്രകോപനം എന്താണ്? ഇതിൽ ആദ്യഘട്ടത്തിൽ വരുന്ന നിഗമനങ്ങളാണ് ഈ ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 9 വർഷമായി പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും. ആ ഒരു വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ടും ഇരുവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നുണ്ടായ പല പ്രശ്നങ്ങൾ, മാനസിക വിഷമങ്ങളൊക്കെയാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. അതോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ഫോൺ ഉപയോഗം. അൽമ സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉപയോഗം അമിതമായതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ എടുക്കുന്നതിൽ കലാശിച്ചതെന്നൊക്കെ പല നിഗമനങ്ങളാണ് വരുന്നത്. അൽമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൽമ നമ്മുടെ വെള്ളറടയ്ക്കടുത്ത് അഞ്ചുമരങ്കാല സ്വദേശിനിയായിട്ടുള്ള 33 വയസ്സുകാരി. ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപാണ് വിഷ്ണുനാഥുമായിട്ട് പ്രണയത്തിലാകുന്നതും തുടർന്ന് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ കല്യാണം കഴിയുന്നതും. അതിനുശേഷം 9 വർഷങ്ങളായി ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല. അൽമ ഒരു ഫേസ്ബുക്കിലൊക്കെ നിരന്തരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്ളോഗർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്. കാരണം 11,000-ലധികം ഫോളോവേഴ്സ് അൽമയ്ക്ക് സാമൂഹിക മാധ്യമത്തിൽ, അതായത് ഫേസ്ബുക്കിലുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ഗ്ലോസം കപ്പിൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഈ ദമ്പതികൾ 2 പേരും ചേർന്നാണ് നടത്തുന്നത്. അൽമയുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നതാണ്. മൃഗങ്ങളെന്ന് പറയുമ്പോൾ നായകളും പൂച്ചകളുമാണ്. പ്രധാനമായിട്ടും പൂച്ചകളാണ് ആ ഒരു വീട്ടിലെ പ്രധാന താമസക്കാർ. ഈ 2 ഭർത്താവിനെയും ഭാര്യയും കൂടാതെ ആ വീട്ടിലുള്ളത് നിരവധി പൂച്ചകളാണ്. വീടിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ഥാനത്ത് നിരവധി പൂച്ചകൾക്ക് വേണ്ടിയുള്ള കൂടുകൾ കെട്ടി ഇവർക്ക് വേണ്ടി ആണ് ആ കുട്ടി ജീവിക്കുന്നതെന്നൊരു പക്ഷേ ആ ഒരു പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ തോന്നും. നിരന്തരം പോസ്റ്റുകൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം വരെ ഈ ഒരു അൽമ ML എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് നിരന്തരം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ദിനം പ്രതി ഒരു പോസ്റ്റ് എന്ന നിലയിൽ തന്നെ പൂച്ചകളായിരുന്നു ഇതിനെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. പൂച്ചകളോടൊപ്പം ഇരിക്കുന്ന റീൽസും അതോടൊപ്പം തന്നെ പൂച്ചകളുടെ ഫോട്ടോകളും ഒക്കെ നിരന്തരം അൽമ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഏതാനും മാസങ്ങളായിട്ട് ഈ അൽമ നിരന്തരം സാമൂഹിക മാധ്യമത്തിൽ അത്ര സജീവം അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഈ വിഷ്ണുനാഥിനെ പറ്റി പറയുകയാണെങ്കിൽ വിഷ്ണുനാഥ് സ്വകാര്യ PSC കോച്ചിങ് സെൻറ്ററുകളിലെ അധ്യാപകനാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടുള്ള കുടുംബമാണ് ഇരുവരുടേതും. അതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ നിന്ന് ഒരു അകലം പാലിച്ചാണ് ഈ ഒരു ദമ്പതികൾ ജീവിക്കുന്നത്. ഒരു വീടെന്ന് പറയുന്നത് ഇദ്ദേഹം കല്യാണത്തിന് മുൻപ് ഒരു കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വിവാഹശേഷം അൽമയോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ഇതിൻ്റെ മുൻപിലാണ് RC ചർച്ച്, ഔവർ ലേഡി ഓഫ് മേഴ്സി ചർച്ചും അതുപോലെ തന്നെ ഒരു ക്ഷേത്രമൊക്കെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതിൻ്റെ തലേ ദിവസവും ഈ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ വഴക്കിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഈ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഈ അൽമ പുറംതിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ വിഷ്ണുനാഥ് കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ച്, നേരത്തെ വാങ്ങി കരുതി വെച്ചിരുന്ന വാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് അൽമയുടെ കഴുത്തിലും അതുപോലെ തന്നെ തലയിലും മാരകമായിട്ടുള്ള പരിക്കുണ്ടാക്കുന്ന വിധം മാരകമായിട്ട് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് രക്തം വാർന്ന ഈ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിന് ശേഷം വിഷ്ണുനാഥ് നേരെ പുറത്തിറങ്ങുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി നേരെ പോകുന്നത് 100 മീറ്റർ അകലെയുള്ള ഇയാളുടെ മൂത്ത സഹോദരനായിട്ടുള്ള ഷിബു. അദ്ദേഹം നെയ്യാറ്റിൻകര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി ചെന്ന് പറയുന്നത് താൻ അൽമയെ കൊന്നുവെന്നാണ്. അങ്ങനെ ഈ സഹോദരനായിട്ടുള്ള ഷിബു ആണ് പാറശാല DYSP, നെയ്യാറ്റിൻകര DYSPക്ക് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാറശാല പോലീസ് സ്ഥലത്തെത്തുകയും അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച അകത്തെ കിടപ്പുമുറിയിൽ തറയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ അൽമയുടെ മൃതദേഹമാണ്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഒരു ഫോണായിരിക്കും. പരസ്പരം 9 വർഷത്തോളം പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ദമ്പതികൾക്കിടയിൽ പെട്ടെന്ന് എന്താണ് ഈ ഒരു കാലയളവിനിടെ ഉണ്ടായത് എന്നത് ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യമായിരിക്കും. കാരണം
ഈ ഫോൺ അൽമയുടെ ആ സാമൂഹിക മാധ്യമ പോസ്റ്റുകളൊക്കെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും. നിരന്തരം സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്ന ഒരു സ്ത്രീ, 33 വയസ്സാണ് അവർക്കുള്ളത്. അപ്പോൾ നിരന്തരം ഒരു ദിവസം ഒരു പോസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ അൽമയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദമ്പതികൾക്കിടയിലുണ്ടായ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമായിരിക്കാം. ഇത് ദമ്പതികൾക്കിടയിൽ ഈ ഒരു കാലത്ത് വർദ്ധിച്ചു വരുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം മൊബൈൽ ഫോണാണ്. ഇപ്പോൾ ഒരു കിടപ്പുമുറിയിലേക്ക് ഒരു രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു അവസരത്തിലാണെങ്കിൽ പോലും വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ, ആരാണെങ്കിലും കടന്നു വരുമ്പോൾ അവിടെ ഒരു ഫോൺ ഉപയോഗം, ഭർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാതെ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് ശ്രദ്ധിക്കാതെ ഭർത്താവ് ആ ഒരു മുറിയിലിരുന്ന് ഫോൺ ഉപയോഗിച്ചാൽ ആർക്കായാലും ഒരുപക്ഷെ ഒരു അലോസരമുണ്ടാകും. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, ഈ ഫോൺ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നാൽ ഞാൻ ശില്പയോട് സംസാരിക്കുമ്പോൾ ശില്പയ്ക്ക് ഒരുപക്ഷെ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും. അത് തന്നെയാണ്, ഒരു സൈക്കോളജിയാണ്, ഈ ഫോണിൻ്റെ സൈക്കോളജിയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുന്നതിൽ കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ 9 വർഷത്തോളം ഈ അൽമ തന്നെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എൻ്റെ സുഖദുഃഖങ്ങളിലെല്ലാം എനിക്ക് താങ്ങായ ഭർത്താവ്, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചൊരു ഭർത്താവ്, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായ മൃഗങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിനുവേണ്ടി ധാരാളം പണം മുടക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് നിന്ന എൻ്റെ ഭർത്താവ്, അങ്ങനെ ഒരു വിശേഷിപ്പിച്ച് 2025 ജൂണിലോ മറ്റാണ് അൽമ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഭർത്താവിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ നിരന്തരം പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയുന്ന ദമ്പതികൾക്കിടയിൽ പെട്ടെന്നുണ്ടായ വിള്ളൽ. ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് വിഷ്ണുനാഥിന് ഭാര്യയിലുണ്ടായ സംശയമാണ് എന്നൊക്കെയാണ്. ഒരു പക്ഷേ ക്ലിക്ക് ബൈറ്റുകൾക്ക് വേണ്ടി പടച്ചുവിടുന്നതായിരിക്കാം. അവർക്കിടയിൽ നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിവില്ല. ഇരുവരും ചേർന്ന് ചിത്രീകരിച്ച യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഭർത്താവിനെ അവർ തമ്മിലുള്ള ബോണ്ടിങ് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഒരു ദൃശ്യങ്ങളൊക്കെ വീഡിയോകളൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. ഇവരുടെ ഗ്ലോസം കപ്പിൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് ഇരുവരും യാത്രകൾ പോകുന്നു, മുംബൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ യാത്രകൾ പോകുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം പൂച്ചകളോടൊപ്പം സമയം ചെലവിടുന്നതും ഒക്കെയാണ് ആ ഒരു വീഡിയോകളുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? വിഷ്ണുനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു PSC കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകനാണ്. ഒരു സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാത്ത 2 കുടുംബ പശ്ചാത്തലങ്ങളാണ് ഇരുവരുടേതും. എന്തായാലും അങ്ങനെ ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള PSC കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ചെറിയ ബുദ്ധിയൊന്നും പോരാ അവിടെയൊക്കെ പഠിപ്പിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലമുള്ള വിഷ്ണുനാഥിനെ താരതമ്യേന നാട്ടുകാരുടെ മുൻപിലൊക്കെ സൗമ്യനായി സംസാരിക്കുന്ന, ആരോടും അങ്ങോട്ട് ചെന്ന് സംസാരിക്കാത്ത, ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാത്ത, ആരോടും പരസ്പരം ഒരു പുറത്തെ ആളുകളുമായിട്ട് അത്ര സൗഹൃദം വെച്ച് പുലർത്താത്ത, എന്നാൽ കണ്ടാൽ സംസാരിക്കുന്ന വിഷ്ണുനാഥിനെക്കുറിച്ചും ഈ അൽമയെക്കുറിച്ചും ഇവർക്കുമിടയിൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. എന്തായാലും പാറശാല പോലീസ് അറസ്റ്റ് ചെയ്ത വിഷ്ണുനാഥിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ അൽമയുടെ ഫോൺ ഉപയോഗമാണ് ഈ ഒരു കൊലപാതകത്തിൽ. താൻ പറയുന്നത് പലപ്പോഴും താൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കാതെ ഫോൺ ഉപയോഗിച്ച് വന്നിരുന്ന അൽമ ആ ഒരു ഭാര്യയുടെ ആ ഒരു പ്രവൃത്തിയിലുണ്ടായ ഒരുപക്ഷെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കും. എന്തായാലും ഇപ്പോൾ റിമാൻഡിലാണ് വിഷ്ണുനാഥ്. എന്തായാലും ഈ കുടുംബത്തിൽ ഉണ്ടായ ദുരവസ്ഥ മറ്റൊരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൃത്യമായ കാരണം കൂടി വരും ദിവസങ്ങളിൽ എന്തായാലും വെളിപ്പെട്ടേക്കും. ശരി.